ഹായ്, നമുക്ക് ഇന്ന് വെറൈറ്റി ആയിട്ടുള്ളതും എന്നാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ ഒരു സ്നാക്സ് റെസിപ്പിയാണ്. ഇനിയിപ്പോൾ നോമ്പൊക്കെ വരികയില്ലേ, നോമ്പൊക്കെ വരുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ പലതരത്തിലുള്ള വിഭവങ്ങളും നമ്മൾ തയ്യാറാക്കാറുണ്ട്. നോമ്പുതുറ സ്പെഷ്യൽ സ്നാക്സ് ആയിട്ടാണ് ഇത് ഞാൻ തയ്യാറാക്കുന്നത്. ഈ ഇഫ്താർ സ്പെഷ്യൽ സ്നാക്സ് ഉണ്ടാക്കാൻ വളരെയധികം സമയമൊന്നും വേണ്ട, എണ്ണയിലൊന്നും മുക്കി പൊരിക്കേണ്ട. ഇതുപോലെ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി നമുക്കിതുപോലെ നോമ്പ് തുറക്കായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മല്ലിയില ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. സവാള ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുക്കണം. ഇത് ചിക്കനാണ്. ചിക്കൻ ഇതുപോലെ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വേവിച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ ഉരുളൻകിഴങ്ങാണ്. ഉരുളൻകിഴങ്ങ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ഒരു 4 5 മുട്ട ഇതുപോലെ ഒരു ബൗളിലേക്ക് മാറ്റി അതിനകത്ത് ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടിയും 1/2 സ്പൂൺ ചില്ലി ഫ്ലക്സും കൂടെ ഇട്ട് ഇതുപോലെ ഉപ്പും കൂടെ ഒരു നുള്ളു ഉപ്പും കൂടെ ഇട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കലക്കി യോജിപ്പിച്ചെടുക്കാം. മുട്ടയെല്ലാം നല്ലതുപോലെ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇത്രയും സാധനം മതി. നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത് തയ്യാറാക്കാം. ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. ഉണ്ടാക്കാനും വളരെ എളുപ്പമായ ഒരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്സാണ്. നോമ്പൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. എന്നിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ അഭിപ്രായങ്ങൾ അറിയിക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കട്ട് ചെയ്ത് വെച്ചിരുന്ന മല്ലിയില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ മുട്ടയുടെ കൂട്ടിലേക്ക് ഈ മല്ലിയില കൂടി ഇട്ട് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കുക. ഇത്രയും സാധനം മതി. നമുക്കിനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. എണ്ണയിലൊന്നും മുക്കി പൊരിക്കുകയൊന്നും വേണ്ട. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ്. നോമ്പൊക്കെ ആകുമ്പോൾ കൂട്ടുകാർ ഇതുപോലെ ഒന്നിട്ട് തയ്യാറാക്കി നോക്കണം. ഇനി ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വയ്ക്കാം. അതിലേക്ക് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കാം. ഞാൻ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ബട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ അല്പം നെയ്യായാലും മതി. നെയ്യ് ഇതുപോലെ ഇതിലേക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബട്ടറെല്ലാം നല്ലതുപോലെ മെൽറ്റായതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഉരുളൻകിഴങ്ങ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉരുളൻകിഴങ്ങ് ഇതുപോലെ ചെറുതായിട്ട് നൈസ് കനം കുറഞ്ഞിട്ടാണ് കട്ട് ചെയ്തെടുക്കാറുള്ളത്. ഈ സമയത്തെല്ലാം ചെറിയ തീയിലാണ് വെക്കാറുള്ളത്. നല്ല ലോ ഫ്ലെയിമിൽ വെക്കണം. നമുക്ക് ഈ ഉരുളൻകിഴങ്ങ് ഒന്ന് വേവിക്കാനുള്ളതാണ്. അപ്പോൾ വലിയ തീയിൽ വെച്ചാൽ ഉരുളൻകിഴങ്ങ് വേവില്ല. അതുകൊണ്ട് ഇതുപോലെ ചെറിയ തീയിലേ ഈ സമയത്ത് വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഇത് വേവിച്ചെടുക്കുന്നത് നമ്മൾ ചെറിയ തീയിലാണ്, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഉരുളൻകിഴങ്ങ് ഇതുപോലെ നല്ലൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു 1/4 സ്പൂൺ ഉപ്പ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ മുട്ടയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് ഒരുപാട് ഉപ്പൊന്നും വേണ്ട. ഇനി നമുക്കിതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള കൂടി ഇട്ട് കൊടുക്കാം. സവാള കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ലപോലെ ഇളക്കി ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് ഇളക്കിയിട്ട് ഇത് വേകുന്നതിന് വേണ്ടി ഉരുളൻകിഴങ്ങും ഇതെല്ലാം നല്ലതുപോലെ വേവുന്നതിന് വേണ്ടി ചെറിയ തീയിലൊന്ന് വെക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെക്കണം. അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിക്കണം. ഇനി ഉരുളൻകിഴങ്ങൊക്കെ വെന്തിട്ടുണ്ട്. ഇനി എല്ലാം ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് പരത്തി വെക്കണം. ഇങ്ങനെ ഫ്രൈ പാനിനോട് ചേർന്ന് ഇതുപോലെ ഒന്ന് പരത്തി വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ കുരുമുളക് പൊടിയും ചില്ലി ഫ്ലക്സും മല്ലിയിലയും ഉപ്പൊക്കെ ചേർത്ത് നമ്മൾ കലക്കി വെച്ചിരുന്ന മുട്ടയുടെ കൂട്ടിൻ്റെ കുറച്ച് ഭാഗം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഒഴിക്കേണ്ട, കുറച്ച് ഭാഗം ഇതിലേക്ക് ഒഴിച്ച് ഇതുപോലെ ഒന്ന് എല്ലാം ഒന്ന് മൊത്തത്തിൽ കവർ ചെയ്യുന്ന പോലെ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഇതിന് മുകളിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ചിക്കൻ നമുക്കിതിലേക്ക് ഇതുപോലെ വിതറി കൊടുക്കാം. ചിക്കൻ നമ്മൾ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അത് ഇതുപോലെ നമുക്കിതിൻ്റെ മുകളിലേക്കൊന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കാം. ക്രഷ് ചെയ്ത് വെച്ചിരുന്ന ചിക്കനെല്ലാം ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ലെയറായിട്ട്. അത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന മല്ലിയില കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ചില്ലി ഫ്ലെക്സും കുരുമുളക് പൊടി കൂടി അല്പം ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതെല്ലാം ഇങ്ങനെ ഒന്ന് പതിച്ച് വെക്കണം. ഈ ചിക്കനെല്ലാം ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ആ മുട്ടയുടെ കൂട്ടിലേക്ക് പിടിച്ചിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒന്ന് പതിച്ച് വെക്കണം. എന്നിട്ട് ഇതിന് മുകളിലേക്ക് മല്ലിയില കട്ട് ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ചില്ലി ഫ്ലെക്സും കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇനി ബാക്കി ഉണ്ടായിരുന്ന മുട്ടയുടെ കൂട്ടുകൂടി ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ സ്ഥലത്തും ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബാക്കി ഉണ്ടായിരുന്ന മല്ലിയില കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. ഈ സമയമെല്ലാം തീ ചെറുതായിരിക്കാൻ ചെറിയ തീയിലേ ഇത് വെക്കാവുള്ളൂ. ഇത് തയ്യാറാക്കി കഴിയുന്നത് വരെ നമുക്ക് എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കാനുള്ളത്. നല്ലതുപോലെ വേകുന്നതിന് വേണ്ടി എന്നാണ് നമ്മൾ ലോ ഫ്ലെയിമിൽ വയ്ക്കുന്നത്. ഇതിൽ മറ്റ് എണ്ണയിലൊന്നും നമ്മൾ മുക്കി പൊരിക്കുന്നതല്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഇതുപോലെ നമുക്ക് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ സൈഡ് ഒന്ന് വേവിക്കുന്നതിന് വേണ്ടി നമുക്കൊന്ന് വേറൊരു ഫ്രൈ പാനിലേക്ക് ഇതൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. ഇതുപോലെ വേറൊരു ഫ്രൈ പാനിലേക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ആ സൈഡ് കൂടി നല്ലതുപോലെ വേവുന്നതിന് വേണ്ടിയാണ്. പെട്ടെന്ന് തയ്യാറാവും. എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാം. നമുക്ക് നോമ്പ് തുറക്കി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്സാണ്. ഇതുപോലെ ഈ കൂട്ടുകാരെല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ തുടർന്നും എൻ്റെ വീഡിയോ കാണുന്നതിന് വേണ്ടി എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.